വാടക വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. പുതിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അവിടെ അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. നിങ്ങൾ ബന്ധുക്കളാണോ, നാട്ടുകാരാണോ? അതെ 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 ഇത് വാടക താമസിക്കുകയാണ്. അതെ ഇത് വാടക താമസിക്കും. പുതിയ വീടിൻ്റെ പണി നടക്കുന്നു. അതെ ഒന്ന് പറഞ്ഞു. നാട്ടുകാരാണോ? ആ നാട്ടുകാരെ അയൽവാസി. ഈ വീട്ടിൽ ഇവിടെ എത്ര ഈ വീട് താമസിക്കുന്നത്? ഇവിടെ 4 വർഷം. പുതിയ വീടിൻ്റെ പണി കോൺക്രീറ്റോ കഴിഞ്ഞ. ഷഹബാസിനെ കാണാറുണ്ടായിരുന്നു ഇവിടെ? സംസാരിക്കാറൊക്കെ നല്ല നല്ല ബന്ധം, നല്ല ചെറിയാണ്. പിന്നെ ഈ സംഭവം നിരന്തരമായി ഈ പ്രദേശത്ത് പലപ്പോഴും സ്കൂളുകൾ തമ്മിൽ, വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു? ഉണ്ട്, അതിവിടെ എല്ലാ സ്ഥാപനവും ഉണ്ടല്ലോ. പിന്നെ ഇന്ന് അധിക ദിവസം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളൊക്കെ ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നൊക്കെ ശ്രദ്ധിച്ചു? ഇല്ല. ഈ സംഭവത്തെക്കുറിച്ചല്ല, പൊതുവെ ഈ കുട്ടികൾ തമ്മിൽ, വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഇത്ര സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങൾ നാട്ടുകാരൊക്കെ എപ്പോഴും സംസാരിക്കുന്ന വിഷയമാണ്. ഇതിനൊരു അറുതി വരുത്തണമുള്ളത് എപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളാണ്. എന്തെങ്കിലും ഇടപെടലൊക്കെ നടത്തിയിരുന്നു നാട്ടുകാർ? ഉണ്ട്, നാട്ടുകാർ പല ഇടപെടലും നടത്തിയതാണ്. എന്തൊക്കെ ചെയ്തിരുന്നു അങ്ങനെ പറയാൻ പറ്റുന്നില്ല? ഇല്ല, അത് ഒരു PTO ഒന്ന് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യലുണ്ട്. അതിന് വേറെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. അധ്യാപകരെ ഒക്കെ ഇതിൽ ഇടപെടാറുണ്ടായിരുന്നു? ഉണ്ട്. പക്ഷെ ഫലം ഉണ്ടായില്ല. തീർച്ചയായും നാട്ടുകാരുണ്ട്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ പ്രദേശത്തുകാരനാണ്? അയൽവാസിയാണ്, പക്ഷേ നമ്മുടെ സ്ഥലത്തല്ല, പ്രവാസിയാണ്. അതുകൊണ്ട് നാട്ടിൽ നടക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ. കുട്ടികൾ തമ്മിൽ ഇങ്ങനെ ഒരു ഞങ്ങൾ കാര്യമായിട്ട് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പം ഇന്നലെ സൗദിയിൽ നിന്ന് വന്ന ഒരാളാണ്. അല്ല, ഞാൻ ഒരു ഉമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള